പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചാൽ നല്ല വിളവ് കിട്ടും. സ്ലറി ഒഴിക്കുന്നതിന് മുമ്പിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ സ്ലറി ഒഴിച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചാലും മതി. നല്ല വിളവ് കിട്ടും. നല്ല വീര്യമുള്ള സ്ലറിയാണ്. അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതുകൊണ്ടോ ഒരു പ്ലാവെ തന്നെ ചെറിയ പ്ലാവിൽ ചക്ക നിൽക്കുന്നത് കണ്ടോ, ട്രമ്മിൽ നട്ടേക്കുന്ന ചക്ക. ഇത് മാവ് എല്ലാത്തിലും നിറയെ ഉണ്ടാകും കണ്ടോ. സപ്പോർട്ട കണ്ടോ, കൊല കൊലയായിട്ട് സപ്പോർട്ട് ഉണ്ടാകുന്നു. ഇത് എയർപോർട്ടിൽ നട്ടേക്കുവാണ്, മിറ്റത്ത് വെച്ചേക്കുവാണ് കണ്ടോ. കൊല കൊലയായിട്ട് എത്ര എണ്ണമാണെന്ന് നോക്ക്. കണ്ടോ സ്ലറി എടുത്തേക്കുന്നുണ്ടോ, പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്ലറി വീഴും. വേസ്റ്റിൻ്റെ തിട്ടാൽ മതി കണ്ടോ, പൊടി പോലെയായി വരുവേ, അവിഞ്ഞവിഞ്ഞ്. മാങ്ങയൊക്കെ നോക്ക് എന്തേരെയാണ്. ഇത് മുസാമ്പിയെ കണ്ട് നിറച്ചും കായ കണ്ടോ. ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് പച്ചക്കറി വേസ്റ്റ് കൊണ്ട് സ്ലറി ഉണ്ടാക്കുന്നത് കാണാം. അങ്ങനത്തെ സ്ലറി ഒഴിച്ചപ്പോൾ ധാരാളം കായ്ഫലങ്ങൾ കിട്ടും കേട്ടോ. എല്ലാ ഫ്രൂട്ട് പ്ലാന്റ് നിറയെ കായ്ക്കും. പച്ചക്കറി വേസ്റ്റ് കൊണ്ട് സ്ലറി ഉണ്ടാക്കി ആ സ്ലറി ഒഴിച്ചാൽ മതി, ധാരാളം ഫ്രൂട്ട് പ്ലാന്റ് കായ്കളുണ്ടാവും കണ്ടോ. ഒരു മാവൊക്കെ ആണെങ്കിലേ നിറയെ പൂവും കായുമായിട്ട്, ചെറിയ മാവാണ് ഇനി ഒടിഞ്ഞു പോകുമെന്ന്, കൊമ്പൊടിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ കുറേ പൂക്കലിയെല്ലാം വെട്ടിക്കളഞ്ഞു. നല്ല സ്ലറിയാണ്, നല്ല വീര്യം കൂടുതലാണേ. അതുകൊണ്ട് കണ്ടോ മാവൊക്കെ കണ്ടോ, നമ്മുടെയൊക്കെ മാവ് നിറയെ മാങ്ങ ഉണ്ടായി, നല്ല മുഴുത്ത മാങ്ങ. ഇതിൻ്റെ പ്രത്യേകത എന്നാണ്, ഒത്തിരി മുഴുപ്പാവുകയെ, പഴുക്കണേ ഒത്തിരി കാലം പിടിക്കും കണ്ടോ. എല്ലാം കൂടിയിട്ട് വെച്ചൊക്കെയാണ്. സ്ലറി ഉണ്ടാക്കുന്ന വിധമൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആൾക്കാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് സ്ലറി ഉണ്ടാക്കുന്ന കാണിക്കാവുന്ന. അതുകൊണ്ട് ഞാൻ സ്ലറി ഉണ്ടാക്കുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ടോ. റംബൂട്ടാനൊക്കെ നിറയെ കായ്ച്ചിട്ടുണ്ട്. പച്ചക്കറി വേസ്റ്റ് കൊണ്ടുള്ള സ്ലറിയാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കുന്നത്. ആ സ്ലറിക്കകത്തില്ലേ ഒരു പൊടിയുണ്ട്, ആ പൊടിയുടെ ഇട്ട പെട്ടെന്ന് എല്ലാം അവിഞ്ഞ് സ്ലറിയായി വരും. തക്കാളിക്കേക്ക് ഒക്കെ നല്ല ഇത്. മംഗോസ്റ്റി ഉണ്ടോ, മംഗോസ്റ്റി എല്ലാവരും പറഞ്ഞ് കായ്ക്കായിരുന്നു. അപ്പോൾ അതും കായ്ച്ചു. ഞങ്ങൾ സ്ലറി ഒഴിച്ച് നോക്കിയപ്പോൾ അതും കായ്ച്ചു. എല്ലാം നിറയെ കായ്ച്ചു. ഇനിയും കായ്ക്കാനുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ലറി ഒഴിച്ചൊക്കെ. ചെറിയ മംഗോസ്റ്റി എങ്ങുണ്ടോ, ഇത്ര വലിപ്പമുള്ളൂ. നമ്മുടെയൊക്കെ മാവാണ് വെച്ചിട്ട് 2 വർഷം ആയതേ ഉള്ളൂ, നിറയെ കായ. നിങ്ങളും പച്ചക്കറി വേസ്റ്റ് ഒന്നും കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും, നല്ല എളുപ്പമാണേ. ഇതുണ്ടോ റംബൂട്ടാനൊക്കെ എന്തേരം ഉണ്ടായേക്കുന്നു, കുരുകുരാന്നുണ്ടായിട്ടുണ്ട്. നല്ല രസമല്ലേ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. കണ്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇത് നിലത്താണ് നട്ടേക്കുന്നത്. ഇത് ഞങ്ങൾ ഒരാഴ്ച തോറും സ്ലറി ഒഴിക്കും, അല്ലെങ്കിൽ ഒരു മാസത്തിലൊന്ന് ഒഴിച്ചാലും മതി. ഇതിപ്പോൾ ഒത്തിരി സ്ലറി ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. റംബൂട്ടാൻ നല്ല മുഴുപ്പാണ്. മുസാമ്പിയൊക്കെ തീരെ ചെറുത്, എന്നിട്ട് നിറയെ കായ്ച്ച് നിൽപ്പുണ്ട്. ഇത് കാണിക്കാവേ. ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം 3 വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത് കണ്ടോ, ഇതാണ് ഇത്രയും പൊക്കമുള്ളൂ.
റംബൂട്ടാൻ. തക്കാളിയൊക്കെ നല്ലല്ലോ ഉണ്ടാകും. പച്ചക്കറിക്കും പൂച്ചെടിക്കും എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ മംഗോസ്റ്റി കായ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ട് കാണാനല്ലേ. പഴങ്ങളെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് മംഗോസ്റ്റിയെ. പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് തിന്നുമ്പോൾ അറിയാമല്ലേ. സ്ലറി ഒരു ചെറിയ ബക്കറ്റ് ഞങ്ങൾ അന്നന്നത്തെ അടുക്കള വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെക്കുവേ. എന്നിട്ട് അത് നിറയുമ്പോൾ വലിയൊരു ബക്കറ്റിലോട്ട് ഇടും ഉണ്ടോ. നമ്മുടെ മാവ് എന്ത് മാങ്ങാൻ നോക്ക്. ചെറിയ മുഴുപ്പേ ഉള്ളൂ, ചെറിയ മാവാണേ. എന്നിട്ട് മുഴുത്ത മാങ്ങായി. ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന റംബൂട്ടാൻ. നല്ല പച്ച ഇളപ്പച്ച കാണാൻ നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ. ഇത്ര കായ നോക്കി. നിറച്ചുണ്ട്. ഇതെല്ലാം പഴുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കല്ലേ. ഇത് ചുമപ്പ് കളറാണ്, റെഡ് കളറ്. ആ സ്ലറിക്കകത്ത് ഞങ്ങൾ ശർക്കര ഉരുക്കിയിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒഴിക്കും. പിന്നെ ഇല്ലേ തൈര്, കട്ട തൈര് ഒഴിച്ച് വെക്കും. കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് സ്ലറി ഒഴിക്കുന്നത്. 1 കപ്പ് സ്ലറി എടുത്ത് കഞ്ഞിവെള്ളം അരി കഴുകിയ വെള്ളത്തിലൊക്കെ 1 ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിക്കുക കണ്ടോ. സ്ലറി ഇത്രയും കിട്ടി. 1 ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിക്കുക. അരി കഴുകിയ കഞ്ഞിവെള്ളമൊക്കെ ഇതുകൊണ്ട് പച്ചവെള്ളമോ ഒക്കെ ആണെങ്കിൽ 1 ബക്കറ്റ് തേക്കണം. എന്നിട്ട് 1 കപ്പ് എടുത്ത് വലിയ മാവിനൊക്കെ ആണെങ്കിൽ ഇല്ലേ 2 കപ്പ് ഒഴിക്കാം ചുവട്ടിലെ. ഇത് മുസാമ്പി കണ്ടോ, നിറയെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ. മുസാമ്പി ചെറിയ മുസാമ്പി കണ്ടോ. ഇത് നട്ടിട്ട് 6 മാസം ആയതേ ഉള്ളേ. വെള്ളത്തിൻ്റെ കൂടെ അത് മണ്ണിൽ നല്ല പെട്ടെന്ന് സ്പ്രെഡാക്കാൻ അപ്സൈറ്റി എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സ്പ്രെഡാകും മണ്ണിലൊക്കെ. അത് ഇതിൽ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കണ്ടോ. എല്ലാവരും ഒഴിച്ചപ്പോൾ നല്ലപോലെ പതഞ്ഞു വന്നു. ഇനി 1 കപ്പ് എടുത്ത് ഒഴിക്കാം. നല്ലപോലെ കമ്പിട്ട് ഇളക്കണേ. ഉണ്ടോ ഈ മാവിന് ഒഴിക്കാം, കലാപ്പാടി മാവിന്. മാവ് ഇച്ചിരി വലിയതായതുകൊണ്ട് 2 കപ്പ് ഒഴിക്കാവേ. കണ്ടോ 2 കപ്പ് ഇങ്ങനെ ചുറ്റും ഒഴിക്കണേ. നല്ലപോലെ മാങ്ങൊക്കെ ഉണ്ടാവും. ഇത് ഡ്രമ്മിൽ വെച്ചേക്കുകയാണ്. ഇങ്ങനെ 2 കപ്പ് ഒഴിച്ചു. ഉണ്ടോ ഈ മാങ്ങയ്ക്ക് ഒരു കളർ വ്യത്യാസം കണ്ടോ. നല്ല കളറല്ലേ. ഇത്ര മുഴുപ്പുള്ളൂ ഈ മാവിനെ. കലാപ്പാടി മാവ്. ഇത് വീറ്റ്നസ് സൂപ്പർ ഇലച്ചക്ക. ഒരാളും കൊണ്ടിട്ടുണ്ട് ചുവട്ടിൽ, മണ്ടയിൽ കൊണ്ടിട്ടുണ്ട്. ഈ വർഷം 2 ചക്കപ്പഴം പറിച്ചു. പിന്നെ മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞ ഒരു പൊടിയുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കണം. ആ 1 ബക്കറ്റ് വെള്ളത്തിലോട്ട് ഇട്ടാൽ മതി. 5 ഗ്രാം ഇട്ടാൽ മതി. അത് നിറയെ പൂവും നിറയെ കായും ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇത് തക്കാളി, നംഡോക്ക് മാവിൻ്റെ മാങ്ങ കണ്ടോ, നല്ല മുഴുത്ത മാങ്ങ ആണ്. ഉണ്ടോ എന്നാ മുഴുപ്പാന്ന് നോക്ക്.
ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന എത്ര മുഴുത്ത മാങ്ങ കേട്ടോ, അതിൻ്റെ സന്തോഷമൊന്ന് വേറെ തന്നെയാണ്. എല്ലാം കവറിട്ട് വെച്ചൊക്കെയാണ്. ഇതുണ്ടോ ഇത്ര മുഴുപ്പുള്ള മാവിന്. ചുവട്ടിലുണ്ടോ ഒരു വലിയ മാങ്ങ ഉണ്ടേ, അത് ഇതുവരെയും പഴുത്തിട്ടില്ല. ഒത്തിരി കാലം പിടിക്കണം പഴുക്കണം. നല്ല മുഴുപ്പ് കണ്ടോ. ഞാനത് കവറ് എപ്പോഴും തുറന്ന് നോക്കും, പഴുത്തോന്ന്. പഴുത്തിട്ടില്ല, കളറ് മാറി വരുന്നേ ഉള്ളൂ കേട്ടോ. കേട്ടോ എന്നാ മുഴുപ്പാന്ന് നോക്ക്. ഇതാണ് അപ്സൈറ്റ്. കണ്ടോ അപ്സൈറ്റ് എന്ന് പറയാം. അത് ചുവട്ടിലെല്ലാം മണ്ണിൽ പെട്ടെന്ന് സ്പ്രെഡാകാൻ, പെട്ടെന്ന് പടർന്നു വരും ഈ ഇതൊഴിച്ചാൽ. അരി കഴുകിയ വെള്ളം ഇച്ചിരി ഉണ്ടായിരുന്നു, കഞ്ഞിവെള്ളമൊക്കെ, അത് ഞാൻ ആ കൂടി ഒഴിച്ചു. ഇത് മൈക്രോ ഫുഡ്, അതും 5 ഗ്രാം ഇടാം കേട്ടോ. ധാരാളം കൈബലങ്ങൾ തരും. ഇത്ര സ്ലറി കിട്ടിയതേ ഉള്ളൂ കേട്ടോ. ഇത് വേറെ ഒരു ബക്കറ്റുണ്ട്, ആ ബക്കറ്റ് നിറഞ്ഞിട്ട് ഞങ്ങളെടുത്ത് മാറ്റി വെച്ചേക്കാണ്. അത് സ്ലറി ഉണ്ടോ നോക്കിയപ്പോൾ കണ്ടോ ഒരു കപ്പിൻ്റെ അകത്ത് കുറച്ച് കിട്ടി കണ്ടോ. അത് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അവിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ലാസ്റ്റ് ചായപ്പൊടി പോലെ ഇരിക്കും, മണ്ണ് പോലെയൊക്കെ. ഇത് വേറൊരു ബക്കറ്റേ കണ്ട, ഇതിലാണ് ഇപ്പോൾ ഇടുന്നത്. പച്ചക്കറി വേസ്റ്റ് നിറഞ്ഞ എല്ലാം ഇതിൻ്റെ അകത്ത് കൊണ്ട് ഇടുകയാണ്. കണ്ടോ, ഇതിന് 5 ഗ്രാം ഒഴിക്കുക. ആദ്യമേ തുറക്കുമ്പോഴും ഒഴിക്കുക, അത് കഴിഞ്ഞ് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞും ഒഴിക്കുക. ഇത് ബയോഗ്രീൻ്റെ ആണ്, EML സൊല്യൂഷൻ എന്ന് പറയും. അത് പശുവിൻ്റെ ചാണകത്തിൽ നിന്നും ആടിൻ്റെ ആട്ടുംകാട്ടത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് നല്ല വളമാണ്. 5 ഗ്രാം ഒഴിച്ചാൽ മതി. പെട്ടെന്ന് ഇതെല്ലാം ഒഴിക്കുമ്പോൾ നല്ലപോലെ പച്ചക്കറി വേസ്റ്റ് നല്ലപോലെ അവിഞ്ഞു വരും. അപ്പോൾ സ്ലറിയായി വരും. ആ സ്ലറിയാണ് നമ്മൾ എടുത്ത് എല്ലാത്തിനും ഒഴിക്കുന്നത്. EML സൊല്യൂഷൻ ബയോഗ്രീൻ്റെ വേസ്റ്റ് ടാങ്ക് ക്ലീനർ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇതാ ഒരു ചെറിയ ബക്കറ്റ് അടുക്കളയിൽ വെച്ചേക്കുന്ന നിറയുമ്പോഴൊന്നും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇടും. നമുക്ക് ടിഷ്യൂ പേപ്പർ, ബൈൻഡ് കടലാസോ ഇതെല്ലാം കീറിയിടാം കേട്ടോ. വെജിറ്റബിൾ നോൺ വെജിറ്റബിളും ഇല്ല ഇടാം കേട്ടോ. അതായത് പച്ചക്കറി വേസ്റ്റ്, ഇറച്ചി മീൻ മുള്ള അതിൻ്റെ വേസ്റ്റും എല്ലാം, ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇടാം. ഇങ്ങനെ ചെറിയ ബക്കറ്റ് നിറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇടുക. വേസ്റ്റ് ടാങ്ക് ക്ലീനർ ഇത് ഒഴിക്കുക. ഇടുന്നതിന് മുമ്പേ ഇട്ട് കഴിഞ്ഞും ഒഴിക്കുക. 5 ഗ്രാം വെച്ച്. പച്ചക്കറി വേസ്റ്റ് അതുകൊണ്ട് ഞങ്ങൾ വെറുതെ കളയുന്നില്ല, എന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. സ്ലറി ഒഴിച്ചാൽ കണ്ടോ, ഈ പൈപ്പിൻ്റെ അകത്തുകൂടിയാണ് ഞങ്ങൾ സ്ലറി എടുക്കുന്നത്. 2 ബക്കറ്റ് ഉണ്ട്, ഒരു ബക്കറ്റ് നിറഞ്ഞു, അപ്പോൾ അത് മാറ്റി വെച്ചു. കണ്ടോ സ്ലറി എടുക്കുന്നത് കണ്ടോ, ഇങ്ങനെയാണ് സ്ലറി എടുക്കുന്നത്. ഇനി ചേരിക്കണം, അന്നേരം നല്ലപോലെ വീഴും.
അതിൻ്റെ അടിയിലുള്ള സ്ലറി എല്ലാം അങ്ങോട്ട് വീഴുകയാണ്. എന്നിട്ട് ഇതിൽ 1 കപ്പ് എടുക്കാവൂ. നല്ല വീര്യമുള്ള മരുന്നാണ്, അതുകൊണ്ട് 1 കപ്പ് മാത്രം എടുക്കുക. എന്നിട്ട് 1 ബക്കറ്റ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ചെടുക്കുക. എന്നിട്ട് എല്ലാത്തിനും ഒഴിക്കുക. പച്ചക്കറിക്ക്, പൂച്ചെടിക്ക്, ഫ്രൂട്ട് പ്ലാന്റിന് എല്ലാത്തിനും ഒഴിക്കാം. ഇത് ഞങ്ങൾ ബക്കറ്റ് മേടിച്ചിട്ട് കടയിൽ കൊടുത്ത് പിടിപ്പിച്ചാണ്, വെൽഡ് ചെയ്ത് എടുപ്പിച്ച. കണ്ടോ, ഇത്ര സ്ലറി കിട്ടി. നല്ല വീര്യമുള്ള നല്ല ഫലമുള്ളതാണ്. മറ്റേ ബക്കറ്റ് 2 ബക്കറ്റുണ്ട്. ബക്കറ്റ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് അതെല്ലാം അവിഞ്ഞ് നല്ല ചായപ്പൊടി, നല്ല മണ്ണ് പോലെ ഇരിക്കും. അതെടുത്ത് ചെടികൾക്ക് ഇടുകയും ചെയ്യും. അവസാനം അതിൻ്റെ അകത്തൊന്നും ഇച്ചിരി കിട്ടി കേട്ടോ. അതിനും പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാ പച്ചക്കറി വേസ്റ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും ചോറിൻ്റെയും കറിയുടെയൊക്കെ വേസ്റ്റുണ്ട്. പച്ചക്കറി നന്നാക്കിയതിൻ്റെ വേസ്റ്റുണ്ട്. ഇവിടെയാണ് മുറ്റത്താണ് വെച്ചേക്കുന്നത്, വെയിലൊക്കെ കൊണ്ട് നിറച്ചെടുത്തു. ഇതുകൊണ്ട് തൈരും ശർക്കര ഉരുക്കി അതിൻ്റെ വെള്ളമോടെ കൂട്ടി അതിൻ്റെ തൊഴിക്കുന്നുണ്ട്. ആ വലിയ ബക്കറ്റിൽ നല്ല കട്ടത്തൈരും ശർക്കര ഉരുക്കിയതെല്ലാം തണുത്ത് ശർക്കര ഉരുക്കുക. ആറിക്കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മോരും കൂട്ടി ഒഴിക്കുക. വലിയ ബക്കറ്റ്, ഈ വലിയ ബക്കറ്റിൽ ഒഴിച്ച് വെക്കുക. ഉണ്ടാവും. എന്നിട്ട് ഇളക്കി വെക്കുക. ഉണ്ടാവും. ഓരോ ദിവസത്തെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെ ഇടുക നിറയുമ്പോൾ. ഇങ്ങനെയാണ് ഞങ്ങൾ ആഴ്ചതോറും എല്ലാ ചെടികൾക്കും ഒഴിക്കും. പിന്നെ ഉള്ളതനുസരിച്ച് ചിലപ്പോൾ മാസത്തിലൊന്ന്, അല്ലെങ്കിൽ ആഴ്ചതോറും ഉണ്ടാകുന്നുണ്ട് സ്ലറിയേ. പുതിയ ബക്കറ്റ് മേടിച്ചപ്പോഴത്തെയാണ് അതെ, കണ്ടോ. എന്നിട്ട് മുകളിൽ കമ്പി ഇട്ടേക്കുന്ന കണ്ടോ, വട്ടത്തി അവിടെ നെറ്റ് വെക്കും. കൊതുകൊന്നും കയറി ഉണ്ടാക്കാതെ. ഒരു ബക്കറ്റ് നിറഞ്ഞു, അടുത്ത ബക്കറ്റ് മേടിച്ചു. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.